إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله സ്നേഹമുള്ള വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ നൂറിലധികം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് ഇബാദ് എന്നുള്ളത്. അടിമകൾ എന്നാണ് അതിന്റെ അർത്ഥം. അതിൽ തന്നെ 17 സ്ഥലങ്ങളിൽ ഇബാദി, എന്റെ ദാസന്മാരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചതായി നമുക്ക് കാണാം. അബ്ദ് എന്ന വാക്കിന്റെ ബഹുവചനമാണ് ഇബാദ്, അടിമകൾ എന്നുള്ളത്, ദാസന്മാർ എന്നുള്ളത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ശ്രേഷ്ഠമായ നാമങ്ങളിൽ ഒന്നാണ് അർ-റഹ്മാൻ എന്നത്. അർ-റഹ്മാൻ എന്നുള്ളത് പരമകാരുണ്യകൻ
എന്നാണ് നാം അർത്ഥം പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ സൃഷ്ടികൾക്കും ഈ ഭൂമിയിൽ വിശാലമായ കാരുണ്യം ചൊരിയുന്നവൻ എന്നാണ് അർത്ഥം. സൃഷ്ടികൾ എന്നുള്ള നിലക്ക് വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ നോക്കാതെ കാരുണ്യം ചൊരിയുക. മഴ വർഷിക്കുന്ന സമയത്ത് വിശ്വാസിയുടെ മേൽ മാത്രമല്ല, വിശ്വാസികളുടെ നാട്ടിൽ മാത്രമല്ല മഴ വർഷിക്കുന്നത്. മഴ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. അതുപോലെ നാം ശ്വസിക്കുന്ന വായു, ഇതൊക്കെ അല്ലാഹുവിന്റെ റഹ്മത്തിൽപ്പെട്ടതാണ്. അല്ലാഹു റഹ്മാനാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹുവിന്റെ റഹ്മാനായ അല്ലാഹുവിന്റെ അടിമകൾ, ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകന്റെ അടിമകൾ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾ വിശേഷിപ്പിക്കുന്നുണ്ട്. അവരുടെ സ്വഭാവ സവിശേഷതകൾ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് പഠിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് ഏറെ സ്നേഹമുള്ളവനാണ്, അടുപ്പമുള്ളവനാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്നെ സംബന്ധിച്ച് നിന്നോട് എന്റെ അടിമകൾ ചോദിച്ചാൽ നീ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തവനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതേപോലെ അന്നി അനൽ ഗഫൂറുർ റഹീം, നീ എന്റെ അടിമകളോട് അറിയിച്ചു കൊടുക്കണം, ഞാൻ നിശ്ചയമായും ഗഫൂറാണ്, ഞാൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ് അങ്ങേയറ്റം. ആ പാപങ്ങൾ പൊറുക്കാൻ കാരണം റഹീമാണ് ഞാൻ, കരുണാനിധിയാണ്, റഹീമാണ് ഞാൻ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഒരു ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലല്ലാഹു തആല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാഹു തആല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുകൾക്കാണ് ഖുദ്സിയായ ഹദീസ്. നാം പലതവണ സൂചിപ്പിച്ചതാണ്. അത്തരം ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി പ്രവാചകൻ പറയുകയാണ്, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നകും തുഖ്തിറൂന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ രാപ്പകലിൽ തെറ്റുകൾ ചെയ്യുന്നു, രാവിലും പകലിലും നിങ്ങൾ തിന്മകൾ ചെയ്യുന്നു, പാപങ്ങൾ പ്രവർത്തിക്കുന്നു. ഞാനാകട്ടെ എല്ലാ പാപങ്ങളും നിങ്ങൾക്ക് പുറത്തു തരുന്നു. എന്താണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം? നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക, നിങ്ങൾ എന്നോട് പാപമോചനത്തെ ചോദിക്കുക. ഞാൻ നിങ്ങൾക്ക് പാപം പുറത്തു തരുന്നതാണ് എന്നുള്ളതാണ്. നമ്മോട് ഏറെ സ്നേഹവും നമ്മോട് ഏറെ അടുപ്പവും ഒരാൾ കാണിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് നമുക്ക് ഏറെ സ്നേഹം ഉണ്ടാകും, അദ്ദേഹത്തോട് നമുക്ക് ഏറെ ബഹുമാനം ഉണ്ടാകും. അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമാകും നാം അവരുടെ പേരിൽ ചെയ്യുക. ആ സമയത്ത് അത്തരം സൃഷ്ടികളുടെ കാര്യത്തിൽ അങ്ങനെയുള്ള സ്വഭാവമാണ് നമ്മുടെ മക്കളിൽ നിന്നുണ്ടാകുക എങ്കിൽ നമ്മൾ ആലോചിക്കുക, സൃഷ്ടികളെക്കാൾ നമ്മോട് സ്നേഹമുള്ള സൃഷ്ടാവിനോട് നാം എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്, അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് എങ്ങനെയാണ് നാം ഉത്തരം ചെയ്യേണ്ടത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പരമകാരുണ്യകനായ അല്ലാഹു അവനിലേക്ക് ചേർത്ത് പറഞ്ഞ ഈ അടിമകളുടെ പ്രത്യേകതകൾ അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത്
അല്ലാഹു തആല പഠിപ്പിച്ചു തരികയാണ്. അവരുടെ പ്രത്യേകതകൾ എങ്ങനെയാണ്? ഇബാദുർ റഹ്മാൻ, റഹ്മാനിന്റെ അടിമകൾ എന്ന ഔന്നത്യത്തിലേക്ക് എത്തിച്ചേരാൻ, ഉന്നതമായ കാറ്റഗറിയിൽ ഉൾപ്പെടാൻ അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇത് സൂറത്തുൽ ഫുർഖാനിന്റെ 63-ാമത്തെ ആയത്താണ്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗന. അല്ലാഹു തആല പറയുകയാണ്, ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അവർ അല്ലദീന യംശൂന ഫിൽ അർദി ഹൗന, അവർ വിനയത്തോടെ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളാണ്, വിനയത്തോടെ ഭൂമിയിൽ നടക്കുന്നവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ കാര്യമായി, ഒന്നാമത്തെ അവരുടെ ഗുണമായി, സവിശേഷതയായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിനയം എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണങ്ങളിൽ ഒന്നാണ്. വിനയം കൊണ്ട് അവന് ലഭിക്കുന്ന നേട്ടങ്ങൾ വലിയതാണ്, ഏറെയാണ്. വിനയം അല്ലാഹുവിൽ നമ്മുടെ പദവി ഉയർത്തുന്നതാണ്. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ നഖസത് സദഖത്തുൻ മിൻ മാൽ വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ അസ്സ വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹു അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് നമ്മൾ ഇടക്ക് മറന്നു പോകാൻ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ നഖസത് സദഖത്തുൻ മിൻ മാൽ, ഒരാൾ ദാനധർമ്മം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരാളുടെയും സമ്പത്തിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ അസ്സ, വിട്ടുവീഴ്ച കൊണ്ട് അല്ലാഹു ഒരു ദാസനും പ്രതാപമല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ല. ഒരാൾ വിട്ടുകൊടുത്തു എന്നുള്ളത് കൊണ്ട്, വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളത് കൊണ്ട് അവന് നിത്യതയല്ല, പ്രതാപമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കുക. വമാ തവാദഅ അഹദുൻ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും വിനയം കാണിച്ചാൽ ഇല്ലാ റഫഅഹു അല്ലാഹ്, അല്ലാഹു അവനെ ഉയർത്തുന്നതാണ്. അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും വിനയം കാണിച്ചാൽ അല്ലാഹു അവനെ ഉയർത്തുന്നതാണ്, അവന്റെ പദവി ഉയർത്തുന്നതാണ്, അവന്റെ പ്രതാപം വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വജദനൽ കറമ ഫിൽ തഖ്വ, തഖ്വയിൽ സൂക്ഷ്മതയിൽ ഞങ്ങൾ ഔദാര്യത്തെ അനുഭവിച്ചു. യഖീനിൽ ദൃഢമായ വിശ്വാസത്തിൽ ഞങ്ങൾക്ക് ഐശ്വര്യം അനുഭവിക്കാൻ സാധിച്ചു, ഐശ്വര്യം ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു. വിനയത്തിൽ ഞങ്ങൾക്ക് ഔന്നത്യം കണ്ടെത്താൻ സാധിച്ചു. വിനയമുള്ള ഒരാളെ സംബന്ധിച്ച് നമ്മൾ അയാളെ സംബന്ധിച്ച് ഓർക്കുക, ഉന്നതമായ പദവിയുള്ള ആളായിട്ടാണ് നമ്മുടെ മനസ്സിൽ അയാളെ സംബന്ധിച്ചുണ്ടാവുക. അല്ലാഹു തആല ഉയർത്തുന്നതാണ് ഈ ലോകത്തും പരലോകത്തും അത്തരത്തിലുള്ള ആളുകളെ എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് മാലിക് ബിൻ ദീനാർ റഹ്മഹുല്ലാഹ് പറഞ്ഞത്, അഹ്ബിസ് സലാസൻ ബിസലാസ്, മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നീ മൂന്ന് കാര്യങ്ങളെ നിയന്ത്രിക്കണം. ഹത്താ തകൂന മിനൽ മുഅ്മിനീൻ, നീ യഥാർത്ഥ വിശ്വാസികളായി തീരാൻ അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അൽ കിബ്റു ബിത്തവാദു, ഒന്നാമത്തെ കാര്യം അൽ കിബ്റു ബിത്തവാദു, വിനയം കൊണ്ട് നീ അഹങ്കാരത്തെ പിടിച്ചു വെക്കണം. വൽ ഹർസു ബിൽ ഖനാഅ, തൃപ്തി കൊണ്ട് ആർത്തിയെ നീ പിടിച്ചു വെക്കണം. വൽ ഹസദു ബിസ്നസിഹ, ഗുണകാംക്ഷ കൊണ്ട് നീ അസൂയയെ പിടിച്ചു വെക്കണം. അതിന് 1-ാമത്തെ കാര്യമാണ് വിനയം കൊണ്ട് നീ അഹങ്കാരത്തെ പിടിച്ചു വെക്കണം. 2-ാമത്തെ കാര്യം അൽ കിബ്റു ബിത്തവാദു, വിനയം കൊണ്ട് നീ അഹങ്കാരത്തെ പിടിച്ചു വെക്കണം. അതിന് 3-ാമത്തെ കാര്യമാണ് വിനയം കൊണ്ട് നീ അസൂയയെ പിടിച്ചു വെക്കണം. അതിന് 4-ാമത്തെ കാര്യമാണ് വിനയം കൊണ്ട് നീ അഹങ്കാരത്തെ
പിടിച്ചു വെക്കണം എന്നുള്ളതാണ്. അഹങ്കാരത്തോടെ ഭൂമിയിൽ നടന്നിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും നേടാനില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നീ ഭൂമിയിലൂടെ അഹങ്കാരത്തോടു കൂടി നടക്കേണ്ടതില്ല. കാരണം നിനക്ക് ഭൂമിയെ പിളർത്താൻ സാധിക്കുകയില്ല. ആ നടത്തം കൊണ്ട് നിനക്ക് ജിബാലോടെ മലയോടെ പർവ്വതത്തോളം വളരാനും സാധിക്കുകയില്ല, ഉയരാനും സാധിക്കുകയില്ല എന്ന് അല്ലാഹു തആല പറയുകയാണ്. അതുകൊണ്ട് നീ അഹങ്കാരത്തോടുകൂടി നടക്കേണ്ടതില്ല എന്ന് അല്ലാഹു തആല പറയുകയാണ്. അത്തരത്തിലുള്ള കർമ്മങ്ങൾ, അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ വെറുക്കപ്പെട്ട സ്വഭാവമാണ് എന്നാണ് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുന്നത്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കുഞ്ഞുമകനോട് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഉപദേശമാണ് നിന്റെ കവിള് ജനങ്ങളുടെ നേർക്ക് നീ കോട്ടരുത്, അവരെ അവഗണിക്കരുത് എന്നാണ്. നീ ജനങ്ങൾക്കിടയിൽ അഹങ്കാരത്തോടുകൂടി നടക്കരുത്, ഭൂമിയിൽ നീ അഹങ്കാരത്തോടുകൂടി നടക്കരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഒരു അഹങ്കാരിയെയും ഇഷ്ടമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അഹങ്കാരം ഒരു വിശ്വാസി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ദുസ്വഭാവമാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അത് ഇബ്ലീസിന്റെ ശൈത്വാനിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഒന്നാമത്തെ ദിവസം മുതൽ അത് തുടങ്ങിയതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ഞാൻ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ആ സുജൂദ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അവർ സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസിനെ അവൻ സുജൂദ് ചെയ്തില്ല. അവൻ വിസമ്മതിച്ചു. അവന്റെ വിസമ്മതത്തിന് കാരണം അവൻ അഹങ്കാരം കാണിച്ചു. അവൻ നിഷേധങ്ങളിൽപ്പെട്ടവനായിരുന്നു, നന്ദി കണ്ട ആളുകളിൽ ഉൾപ്പെട്ടവനായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്ക് കീഴ്പ്പെടുക, വിനയാന്വിതനായി ജീവിക്കുക, അല്ലാഹുവിന്റെ വിധിവിലക്കുകളുടെ മുമ്പിൽ വിനയം കാണിക്കുക, അല്ലാഹുവിന് വേണ്ടി വിനയം കാണിക്കുക. അവന്റെ വിധിവിലക്കുകൾ എന്തൊക്കെയാണെങ്കിലും അത് ജീവിതത്തിൽ പകർത്തുക. എന്താണ് അങ്ങനെ, എന്താണ് ഇങ്ങനെ എന്ന് ചോദ്യം ചെയ്യാതെ അല്ലാഹു തആല എന്താണോ പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത്, അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് വിശ്വാസിയായ വിനയാന്വിതനായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽബാധ്യതയായിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ജറ സൗബഹു ഖുയല ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാളിൽ വസ്ത്രം വലിച്ചേച്ച് നടക്കുന്നവരിലേക്ക് നോക്കുകയില്ല എന്നാണ്. അഹങ്കാരത്തോടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. മൻ ജറ സൗബഹു ഖുയല, അഹങ്കാരത്തോടുകൂടി വസ്ത്രം നിലത്തേച്ച് നടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അറിയാതെ അവന്റെ വസ്ത്രം നിലത്തു പോകുന്നതല്ല, നിലത്തു പോകുന്നത് പാപമാണെന്ന് അറിഞ്ഞിട്ടും വിലക്കപ്പെട്ടതാണെന്നറിഞ്ഞിട്ടും മനഃപൂർവം കരുതിക്കൂട്ടി അവന്റെ വസ്ത്രം നിലത്തേച്ച് ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവരിലേക്ക് നോക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു
സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവൻ സംസ്കരിക്കുകയില്ല എന്നാണ്. അല്ലാഹു സംസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത്തരം കർമ്മങ്ങൾക്ക് പ്രത്യേകമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നതാണ്. അത്തരം ഒരു കർമ്മമാണ് നമ്മുടെ മക്കളൊക്കെ, ചില ആളുകൾ നമ്മുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കുന്ന ബാഗി പാന്റ് പോലുള്ള നെരിയാണിക്ക് താഴെ പോകുന്ന വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങൾ നമ്മുടെ മക്കൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അഹങ്കാരത്തിൽപ്പെട്ടതാണ്. അൽ ഇസ്ബാലു മിനൽ മഖീല. ചില ആളുകൾ പറയാറുണ്ട്, അഹങ്കാരത്തോടുകൂടിയല്ലേ പ്രശ്നമുള്ളൂ, ഞങ്ങൾക്ക് അഹങ്കാരമൊന്നുമില്ല. യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെയാണ് അഹങ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ ഇസ്ബാൽ, അൽ ഇസ്ബാൽ, വസ്ത്രം നിലത്തേച്ച് നടക്കുക എന്നുള്ളത് മിനൽ മഖീല, അഹങ്കാരത്തിൽ ഉൾപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് മനഃപൂർവ്വം ഒരാൾക്കും വസ്ത്രം വലിച്ചേച്ചുകൊണ്ട് നടക്കാൻ പാടില്ല എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറയുകയാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഇസ്ലാമിൽ സ്ത്രീകളോട് മാത്രം കർക്കശമായിട്ടുള്ള വസ്ത്രധാരണമാണ് ഉള്ളത്. അല്ല, യഥാർത്ഥത്തിൽ പുരുഷനും കർക്കശമായിട്ടുള്ള വസ്ത്രധാരണ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായി നാം മനസ്സിലാക്കണം. ആ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അതുപോലെ കൃത്യമായി അനുസരിക്കുക, അതിന് വിധേയപ്പെടുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരു മേഖലയിലും അഹങ്കാരത്തിന്റെ ഒരു കണികയും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് വിനയമാകണം നമ്മുടെ മുഖമുദ്ര. വിനയത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതൻ എന്നാണ് പറയുക, അഷ്റഫുൽ ഖൽഖ് എന്നാണ് നമ്മൾ പറയുക. വിനയം കാരണത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം, ലാ തതുറൂനി കമാ തുറത്തിൻ നസാറ ഇബ്ന മറിയം ഫഇന്നമാ അന അബ്ദു. നിങ്ങൾ മറിയമിന്റെ പുത്രൻ ഈസയെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ അമിതമായി നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ഫഇന്നമാ അന അബ്ദു. നിശ്ചയമായും ഞാൻ അവന്റെ ഒരു അടിമ മാത്രമാണ്. അതുകൊണ്ട് ഫഖൂലു, നിങ്ങൾ എന്നെ പറ്റി പറയേണ്ടത് അബ്ദുല്ലാഹ് വറസൂലു. എന്താണ് എന്റെ പ്രത്യേകത? സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞു എന്ന ആരോപണത്തിന് കഴിവില്ലാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകത എന്താണ്? ഫഖൂലു, നിങ്ങൾ പറയേണ്ട കാര്യം അബ്ദുല്ലാഹി വറസൂലു, അല്ലാഹുവിന്റെ അടിമയാണ്, വറസൂലു, അവന്റെ റസൂലാണ്, അവന്റെ ദൂതനാണ് എന്ന് നിങ്ങൾ എന്നെ വിളിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന് ലഭിച്ചിട്ടുള്ള ദിവ്യബോധനത്തിന്റെ ഭാഗമായി, പ്രവാചകന്റെ ദിവ്യബോധനത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമാണ്, ഇന്നല്ലാഹ ഔഹാ ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വഹ്യ് നൽകിയിരിക്കുന്നു. എന്തിന്? അൻത വാദഉ ഹത്താ ലാ യഫ്ഖറ അഹദുൻ അലാ അഹദിൻ വലാ യബ്ഗി അഹദുൻ അലാ അഹദ്. ഒരാളും ഒരാളുടെ മേലും പെരുമ കാണിക്കാതിരിക്കുകയും ഒരാളും മറ്റൊരാളെ ആക്രമിക്കാതിരിക്കാനും വേണ്ടി നിങ്ങൾ പരസ്പരം വിനയം കാണിക്കണം, വിനയാന്വിതരാകണം എന്ന് എനിക്ക് വഹ്യ് നൽകിയിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹാനായ ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖാല ലി സൽമാൻ റളിയല്ലാഹു അൻഹു, സൽമാൻ റളിയല്ലാഹു അൻഹു, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, യാ ജരീർ തവാദ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നീ വിനയം കാണിക്കുക.
അല്ലാഹുവിലേക്ക് നീ വിനയാന്വിതനാവുക. മൻ തവാദഅ ലില്ലാഹി ഫിദ്ദുനിയാ, ദുനിയാവിൽ അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിലേക്ക് ആരെങ്കിലും വിനയാന്വിതനായാൽ റഫഅഹു അല്ലാഹു യൗമൽ ഖിയാമ, അവനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ ഉയർത്തുന്നതാണ്, അവന്റെ പദവി ഉയർത്തുന്നതാണ് എന്നുള്ളതാണ്. വലിയ ഒരു കാര്യമാണ്, നാം ശ്രദ്ധിക്കേണ്ട വലിയ ഉന്നതമായ സ്വഭാവമാണ്. മാത്രമല്ല അത് ഇബാദത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇന്നകും ലതഗ്ഫുലൂന അൻ അഫ്ദലിൽ ഇബാദാത്ത്, നിങ്ങൾ ആരാധനകളിൽ ഏറ്റവും ഉന്നതമായതിൽ അശ്രദ്ധരാവുകയാണ്. എന്താണത്? അത്തവാദു, വിനയം കാണിക്കുക, വിനയാന്വിതനാവുക. ഈ രൂപത്തിൽ വിനയാന്വിതനായിട്ടുള്ള വിശ്വാസികളായി തീരാൻ, ഇബാദുർ റഹ്മാൻ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا لله والصلاة والسلام على رسول الله وعلى آله وأصحابه وسلم كثيرا مزيدا إلى يوم الدين. أما بعد, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിനയാന്വിതനാവുക, അല്ലാഹുവിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് മുമ്പിൽ വിനയാന്വിതനാവുക, ജനങ്ങൾക്കിടയിൽ വിനയാന്വിതനാവുക, ഭൂമിയിൽ വിനയാന്വിതരായി ജീവിക്കുക. അതിലൂടെ ഇബാദുർ റഹ്മാൻ എന്ന ഉന്നതമായ വിഭാഗത്തിൽ ഉൾപ്പെടുക എന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിച്ചത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിനയം ഒരാൾക്കില്ല എങ്കിൽ അവനുണ്ടാകുന്ന മറ്റൊരു ദുസ്വഭാവമാണ് അഹങ്കാരം എന്നുള്ളത്. അഹങ്കാരം എന്നുള്ള കാര്യം ഒരിക്കലും ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം لا يدخل الجنة من كان في قلبه مثقال ذرة من كبر. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മനസ്സിൽ ചെറിയ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു അണുമണി തൂക്കം കിബറുള്ള ഒരാൾ ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. കാരണം അത് ഉഇദ്ദത്തുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ മുതകബ്ബിരീങ്ങൾക്ക്, അഹങ്കാരികൾക്ക് സ്ഥാനമില്ല. അഹങ്കാരികൾക്ക് സ്ഥാനമില്ല, അഹങ്കാരം മനസ്സിലുള്ളവർക്ക് സ്ഥാനമില്ല. എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ? ഒരാൾ വില കൂടിയ വസ്ത്രം ഉപയോഗിക്കുന്ന അഹങ്കാരമാണ്. വില കൂടിയ കാർ ഉപയോഗിക്കുന്നു, വാഹനം ഉപയോഗിക്കുന്നു, വില കൂടിയ പാർപ്പിടം ഉപയോഗിക്കുന്നു. അഹങ്കാരമാണോ? ഇതൊന്നും അഹങ്കാരത്തിൽ ഉൾപ്പെടുകയില്ല. വില കൂടിയ ചെരുപ്പ് ഉപയോഗിക്കുന്നു, അഹങ്കാരത്തിൽ ഉൾപ്പെടുകയില്ല. നമുക്കതിന് സാധിക്കുമെങ്കിൽ, അതിനുള്ള സാമ്പത്തിക ഭദ്രത നമുക്കുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അനുവദിക്കപ്പെട്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യണമെന്നും ചെയ്യുകയും ചെയ്യണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് സമ്പത്തുണ്ട്, പക്ഷെ അദ്ദേഹം വളരെ 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 ദരിദ്രനെ പോലെ ജീവിക്കും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല താങ്കൾക്ക് നൽകിയിട്ടുള്ള നിഅമത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം താങ്കളിൽ പ്രകടമാകണം. ഈ രൂപത്തിൽ നടക്കരുതെന്നാണ്. ഈ രൂപത്തിൽ നടന്നാൽ അഹങ്കാരമല്ല. യഥാർത്ഥത്തിൽ എന്താണ് അഹങ്കാരം? കിബർ എന്ന് പറഞ്ഞാൽ സത്യത്തെ നിരാകരിക്കലാണ്. ജനങ്ങളെ കൊച്ചാക്കലാണ്, ജനങ്ങളെ നിസ്സാരരാക്കലാണ്, ജനങ്ങളെ ചെറുതായി കാണലാണ്.
എന്റെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ, എന്റെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ, എന്റെ കുടുംബ മഹിമയുടെ അടിസ്ഥാനത്തിൽ ഞാൻ മറ്റുള്ളവരെ അളക്കുക, അവരെ ചെറുതായി കാണുക, അവർ പറഞ്ഞ സത്യത്തെ നിരാകരിക്കുക. അപ്പോഴാണ് അഹങ്കാരം വരിക. മറ്റേത് അനുവദിക്കുന്ന അനുവദനീയമാണ്, പക്ഷേ അനുഭവിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് പോയി അഹങ്കാരത്തിലേക്ക് പോകാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാൾ ഒരു കാര്യം പറയുന്നു, നമ്മൾ വിചാരിക്കുന്നു അയാൾ എന്നോട് പറയാൻ അയാളുടെ യോഗ്യത എന്താണ്, പറഞ്ഞ കാര്യമല്ല നോക്കുന്നത്. അപ്പൊ എന്തായി? അയാൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ അഹങ്കാരത്തിലേക്ക് പോയി. ജനങ്ങളെ നിസ്സാരരായി കാണുക, ജനങ്ങളെ പുച്ഛിച്ചു കൊണ്ട് സംസാരിക്കുക, അത് അഹങ്കാരത്തിൽ ഉൾപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ദുസ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ നാം പരിശ്രമിക്കണം. കാരണം നമ്മുടെ സമ്പത്തോ, നമ്മുടെ സ്വാധീനങ്ങളോ, നമ്മുടെ കുടുംബ മഹിമയോ, നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ, അത്തരം കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുവാനും പറയാനും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാനുമുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ആ ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ആ രൂപത്തിൽ തഖ്വയുള്ള, തവാദുഉള്ള, വിനയമുള്ള വിശ്വാസികളിൽ ഉൾപ്പെടാൻ നാം പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള അല്ലാഹു റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആക്ക് വസിയത്ത് ചെയ്തിട്ടുള്ള ആളുകളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹലാലായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. രോഗികളായ ആളുകളുടെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ പാപങ്ങൾ അല്ലാഹു അവന്റെ മഗ്ഫിറത്ത് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب